തരൂല. പിണറായി വിജയനല്ലേ? തരുവല്ല? തരൂല, ഒരു സഹായവും ഇല്ല. ഈ വള്ളം ഇരിക്കുന്നില്ല. ഈ എല്ലാ വള്ളത്തിന്റെ ഉടമസ്ഥ പൈസ കിട്ടിയാണെങ്കിൽ ലാറി അല്ലെങ്കിൽ ഡംപോ കൊണ്ടുവന്ന് വള്ളക്ക് പിരിഞ്ഞത് അല്ലെങ്കിൽ കൊല്ലത്ത് 10,000 രൂപ വേണം വള്ളം കൊണ്ടുപോകണം. അപ്പൊ കൊല്ലത്ത് കൊണ്ടുപോകണമെങ്കിൽ പൈസ പോകും. പിരിഞ്ഞത്ത് കൊണ്ടുപോകണമെങ്കിൽ 10,000. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ? എന്താ ജോലി? ഒരു ജോലി ഇല്ല. നമ്മളെ പോലെ ചുമ്മാ ഇരിക്കും. വീട് നമ്മൾക്ക് വെച്ചപ്പോണ്ട് ചുമ്മാ നടക്കും. വരുന്ന വരത്തെ നമ്മൾ പറയും വേലക്കം കിട്ടും. അവർ വല്ലതും കഴിയും. പോലീസുകാരന് പറഞ്ഞു കൊടുക്കും. അവർ വല്ല കാപ്പുറ്റാൻ. ഇപ്പൊ എത്ര നാളായി ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോയിട്ട്? കടലൊക്കെ എടുത്ത് പോയിട്ട് എത്ര നാളായി? ഇവിടെ കടലൊക്കെ എടുത്ത് പോയിട്ട് എത്ര നാളായി? വർഷത്തിൽ വരും. എല്ലാ വർഷവും വരും. മേയില് തുടങ്ങും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആകുമ്പോൾ ഇവിടെ വന്ന കടയിലാണ് കൂട്ടും. കടയിലാണ് വരുന്നവരെ അങ്ങോട്ട് നടക്കും. അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാല് സർക്കാരിൽ നിന്നൊന്നും കിട്ടൂല? ഒന്നും കിട്ടൂല. അപ്പൊ ഇങ്ങനെ വീട് കഴിയണ്ടേ? വീട്ടിലുള്ളവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? ഒന്നുമില്ല. കഴിക്കും. ജോലി ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാവും, ഭക്ഷണം കഴിക്കും. ഇല്ലെങ്കിൽ പട്ടിണിയാണ്. നമ്മുടെ മീൻ കച്ചവടത്തിന് ലാഭം കൊടുക്കും. മീന് കുറവാണ്. അതാണ് നമ്മളെ ഇവിടുത്തെ കടപ്പുറത്ത്, നമ്മുടെ ശംഖുമുഖം കടപ്പുറമാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ അതാ എല്ലാം പോയി ഇടിഞ്ഞ് പൊളിഞ്ഞ് എല്ലാം പോയി കിടക്കുന്ന അവസ്ഥയാണ്. അതാ കണ്ടില്ലേ നിങ്ങള്? ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കഥയാണ് പറയണത്. അവർക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. ഇപ്പൊ അതാ കടപ്പുറം എല്ലാം എടുത്തു പോയി, വീടൊക്കെ എടുത്തു പോയിരിക്കുന്നു. വീടുകളൊക്കെ ഇടിഞ്ഞു പോയി, കടലെടുത്ത് പോയി. ഇപ്പം അവരെ പട്ടിണിയുടെ കഷ്ടപ്പാടിൻ്റെയും കഥയാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. വള്ളങ്ങളെല്ലാം കടലെടുത്തുകൊണ്ട് പോയി. ഇവിടെയൊക്കെ റോഡായിരുന്നു കേട്ടോ. ഇപ്പം അതാ ഈ അവസ്ഥയിലായി. പാവാണ്. നമ്മളെ സർക്കാർ ഒന്നും കൊടുക്കുന്നില്ലെന്നൊക്കെ പറയുന്നത്.